ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഷാദിൻ ഗെയിമിംഗ് ടാൾ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഈ ഫുട്ബോളാണ്. നമ്മൾ ഈ ഫുട്ബോളിൻ്റെ പാർട്ട് 3 ആണ് ഗൈസ്. അപ്പോൾ നമ്മുടെ ടീം കഴിഞ്ഞ വീഡിയോനെക്കാട്ടും പാർട്ട് 1ഉം പാർട്ട് 3നെക്കാട്ടും നല്ല മാറ്റങ്ങൾ വന്നു. 2749 നമ്മുടെ കളക്റ്റീവ് സ്ട്രെങ്ത് ആയിട്ടുണ്ട്. സോ നമുക്ക് ബർക്കോളനെ കൊണ്ടുവന്നു, ടലിസ്കനെ കൊണ്ടുവന്നു, പിന്നെ ഈ ആംഫിയും പിന്നെ ഡി എം ഫിയും പ്ലെയറിനെ കൊണ്ടുവന്നു. റൈറ്റ് ബാക്ക് ഫുൾ ബാക്കൊക്കെ മാറി. ഇപ്പോൾ ആകെ ഉള്ളത് പഴയ ടീമിൽ നിന്ന് മെസ്സിയും അതുപോലെ തന്നെ നെയ്മർ. പിന്നെ സബിലാണ് റൊണാൾഡോയും പ്ലേയേഴ്സും എടുക്കുന്നത്. ഓക്കെ, അങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ സിസ്റ്റം നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ളത്. നമ്മൾ ഫുള്ള് ഗ്രൈൻഡ് ചെയ്ത് കളിച്ചുകൊണ്ട് മാത്രം നമുക്ക് ഇങ്ങനത്തെ രീതിയിൽ നമ്മൾ ഇപ്പോൾ എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും മാച്ച് തന്നെ കളിക്കാം. ഓക്കെ, നമ്മൾ 2 മാച്ച് തന്നെയാണ്. അപ്പോൾ അതിന് മുമ്പ് വീഡിയോ പുതിയ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ്, സബ് അടിച്ച് പൊട്ടിക്കുക. സോ നമുക്ക് നേരെ വീട്ടിൽ പോകാം. നമ്മൾ റോഡ് ടു 100 സബ്സ്ക്രൈബേഴ്സാണ്. ഓക്കെ, നമ്മുടെ മാച്ച് വന്നിട്ടുണ്ട് ഗൈസ്. ഓക്കെ, നമുക്കാണല്ലോ കിക്ക് ഓഫ്. എനിക്കറിയില്ല അത്ര ഓവർക്കാണെന്നോ. എല്ലാം നമുക്കാണ് കിക്ക് ഓഫ്. ഒക്കെ ടലിസ്കയുടെ കിക്ക് ഓഫ് ടു ഓക്കെ ബർക്കോള. ഓക്കെ, ബർക്കോള ടു നെയ്മർ. ഓടാ ബാർമാണ് ഗൈസ്. ഓക്കെ, നെയ്മറിൻ്റെ നല്ലൊരു കിട്ടുന്ന ഷോട്ടായിരുന്നു, ബട്ട് ബാർമ അടിച്ച് പോയിട്ടുണ്ട്. ഒപ്പോണൻറ്റിൻ്റെ ഗോൾ കിക്ക്. ടലിസ്ക ടു മെസ്സി ടു ക്രോസ്. മെസ്സി ടു നെയ്മർ. എടാ അത് അടിച്ചില്ല കേട്ടോ. ഞാൻ അടിച്ചു അടിക്കുമെന്ന്, ബട്ട് നെയ്മർ അടിച്ചില്ല. കുഴപ്പമില്ല, നമുക്ക് നെയ്മറിനോട് അടിക്കാൻ ടൈമൊക്കെ. നെയ്മർ സെൻട്രൽ മിഡ്ഫീൽഡാണ്, ബെറ്റർ അറ്റാക്കിംഗ് മിഡ്ഫീൽഡറാണ്. കാരണം നമ്മൾ ഫോർമേഷൻ മാറ്റിയപ്പോൾ നെയ്മർക്ക് സ്ഥാനമുണ്ട്. പിന്നെ 84 നെയ്മറിനെ ഞാൻ 88 എത്തിച്ചു. അത് കിടിലനായി. ഓക്കെ, അത് എങ്ങോട്ടോ കണ്ടമായി അടിച്ചിട്ടൊരു ഷോട്ടായിരുന്നു ഒപ്പോണൻ്റെ വക. നമുക്കല്ലേ അറിയുന്നില്ല. അപ്പോൾ പൊസിഷൻ ഷിഫ്റ്റ് ചെയ്യുന്നു, വേണ്ട അടിച്ചു വിടാം. ഓക്കെ, ബർക്കോളോ ടലിസ്ക ടു നെയ്മറിൻ്റെ ഷോട്ട്. സേവ് ചെയ്തിട്ടുണ്ട്, നല്ലൊരു ഷോട്ട് തന്നെ. ബട്ട് കീപ്പർ ആരാന്നോ. ഓക്കെ, എന്തായാലും സേവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് കോർണർ അടിക്കാം. 14 മിനിറ്റിലേ ആയിട്ടുള്ളൂ, ബട്ട് നമുക്ക് നല്ല അറ്റാക്ക് കൊടുക്കുന്നുണ്ടോ എനിക്കറിയില്ല. എങ്ങനെ ടലിസ്ക അത് പോയില്ല. ഞാൻ ചെറുതായിട്ടൊന്ന് എല്ലാം കൊടുക്കാൻ നോക്കി. നേരെ ടലിസ്ക അവിടെ ഫ്രീ ആയിരുന്നു അല്ലായിരുന്നു, എന്നാലും എല്ലാം കൊടുക്കാൻ നോക്കി, എന്നാലും നടക്കില്ല. ഓക്കെ, ബർക്കോളോ എടുത്തിട്ട് കേട്ടോ. ക്രോസ് നോക്കാം. ക്രോസ് അത് വിട്ടു, ഹെഡറിനെ വിട്ടുപോയി. എനിക്ക് നല്ലൊരു DMF ഒക്കെ വേണം, ഇത് പോരാ. ഓക്കെ, നെയ്മർ ജസ്റ്റിസിനാണ്. നെയ്മർ കുറേ നേരം ഗോൾ അടിക്കാൻ ശ്രമിക്കുന്നു, ബട്ട് നടക്കുന്നില്ല. ഓക്കെ, ഗോൾ കിക്ക് തന്നെയാണ്. ഓക്കെ, 23 മിനിറ്റായി, ഇപ്പോഴും ഗോളൊന്നും വീണിട്ടില്ല. വീണോളും ഗൈസ്, ഗോളൊക്കെ വീഴും എന്ന് പ്രതീക്ഷിക്കാം. ഓക്കെ, ഇൻ്റർസെപ്ഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് ഇവരൊക്കെ എങ്ങനെ ഫൗള് വെക്കുന്നുണ്ടോ, അമ്മാതിരി കിടിക്കാച്ച് ഫോൾസ്. ഓക്കെ, ലയണൽ മെസ്സി ത്രൂ ബോൾ. ടലിസ്കൻ്റെ ക്രോസ്. ബാർക്കോള തലി താത്തി കൊടുത്തോളൂ. അന്ന് എൻ്റെ തലൻ്റെ മുകളിലേക്ക് പോട്ടെ പറഞ്ഞാണ്ട് ബാർക്കോള തല താത്തി വെച്ചോണം. എടാ ഗോളൊന്നും അടിച്ചിട്ടില്ലല്ലോ, നമുക്ക് ഗോൾ അടിക്കണം. യെസ്, ഓക്കെ, ഹെഡർ പാസ് മെസ്സി. ഓക്കെ, ടലിസ്ക അടിച്ചിട്ടുണ്ട്. നമുക്ക് സ്കിപ്പ് ചെയ്യാം. മെസ്സിൻ്റെ കിട്ടില്ല ബോൾ, ത്രൂ ബോൾ ഉണ്ടായതുകൊണ്ടാണ്, ബട്ട് ഗോളായത് തന്നെ. അല്ലെങ്കിൽ ഗോൾ തന്നെ ആവില്ല. ഇനിയും നല്ലൊരു ബോൾ ഫ്രം മെസ്സി. ഓക്കെ, ബർക്കോളോ. ഇപ്പോൾ നമ്മുടെ വെക്കേഷൻ ആയതുകൊണ്ടാണ് നമുക്ക് കണ്ടിന്യൂസ് ആയി വീഡിയോ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ കണ്ടിന്യൂസ് വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾ അതിനുള്ള സപ്പോർട്ടും തരണം. ഓക്കെ, മെസ്സി ഓക്കെ അടിച്ചിട്ടുണ്ട് കേട്ടോ. മെസ്സി അങ്ങനെ അടിച്ചിട്ടുണ്ട്.
വെക്കേഷൻ സ്റ്റാർട്ട് നമുക്ക് പിന്നെ വീഡിയോസ് ഇങ്ങനെ എല്ലാ ഡെയിലി ഇടാം. അപ്പോൾ നിങ്ങൾ ഡെയിലി സപ്പോർട്ട് ചെയ്യണം, അതാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, സബ്സ്ക്രൈബും ചെയ്യാൻ നിങ്ങൾ വ്യൂസൊക്കെ കാണണം. ഓക്കെ, നല്ലൊരു പന്ത്. ടലിസ്ക നെയ്മർ അടിച്ചിട്ടാ. അപ്പോൾ ഫൈനലി നെയ്മറും അടിച്ചു. സോ നെയ്മറിൻ്റെ ഗോളിന് ഇത്രയും നേരം കാത്തുന്നത്. അപ്പോൾ നെയ്മറും സ്കോർ ചെയ്തിട്ടുണ്ട്. 30 മിനിറ്റ് വരെ ഗോളില്ല എന്നാണ്. 12 മിനിറ്റുള്ള നമ്മൾ ഗോൾസൊക്കെ അടിച്ച് തീർത്തിട്ടുണ്ട് കേട്ടോ. 3 ഗോൾസ് അടിച്ചിട്ടുണ്ട്. നെയ്മർക്ക് കിട്ടിയെന്ന് വിചാരിച്ചു, നെയ്മർക്ക് കിട്ടിയില്ല. ഓക്കെ, ബാർക്കോള അതടിച്ചിട്ടുണ്ടോ? താലിസ്കക്ക് അടുത്ത ഗോളും കൂടി ആയിട്ടുണ്ട്. നമ്മൾ താലിസ്ക 2 ഗോൾ അടിച്ചു. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് ഹാഫ് ഇപ്പോൾ തീരും. അപ്പോൾ നമ്മൾ 4-0 ലീഡ്സ് എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇറ്റ്സ് എ ബെസ്റ്റ് ഓപ്ഷൻ. ലോങ് റേഞ്ചർ അടിച്ചോക്കാം, അല്ല വേറെ മാറിയല്ല. അവിടുത്തെ കൊണ്ടുപോകുന്ന ലിസ്റ്റിലിതും. ഓക്കെ, നമ്മൾ ആ ലോങ് റേഞ്ചർ പുറത്തേക്ക് തന്നെ പോയത്. ഗോളൊന്നും ആയിട്ടില്ല. ഷുവറായി ഗോളാവില്ല എന്നൊക്കെ ഉറപ്പായിരുന്നു. ഈ ഗെയിം പ്ലാന് മാറ്റം വരുത്തണം വെച്ചാൽ നമുക്ക് ഇവനെ മാറ്റി മാനുവനെ ഇറക്കി വെക്കാം. സോ മാനുവലാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. മാനുവൽ ഇത് കളിക്കുകയാണെങ്കിൽ മാനുവനെ ടീമിൽ തന്നെ വെക്കാൻ പറ്റില്ല, എനിക്ക് വേണ്ട. ഓക്കെ, ടലിസ്ക ടു ബർക്കോള ഇന്നലെ എടുത്താണ് കേട്ടോ. ഈ ടലിസ്കനും ബർക്കോളിനൊക്കെ അടിക്കുന്നുണ്ട് കേട്ടോ. സോ നമ്മൾ അടുത്ത ഗോള് സിമ്പിളായിട്ട് അടിച്ചിട്ടുണ്ട്. 5 ഗോൾ നമ്മൾ ലീഡായിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഹൊറർ ഗെയിമിനാണ് എനിക്ക് ഏറ്റവും സപ്പോർട്ട് കിട്ടുന്നുള്ളത്. അപ്പോൾ ഹൊറർ ഗെയിമാണ് ഇഷ്ടം, അല്ല ഇങ്ങനത്തെ ഫുട്ബോൾ ഗെയിംസ് അല്ലാതെ വേറെ ഗെയിംസൊക്കെ ആണ് ഇഷ്ടം എന്ന് പറയാം. ഓക്കെ, മെസ്സി അതും അടിച്ചിട്ടുണ്ട് കേട്ടോ. മെസ്സിൻ്റെ അടുത്ത ഗോള്. ബർക്കോളയും മെസ്സിയും മാച്ചിൽ നിന്ന് തകർക്കാണ്. ഓക്കെ, നമ്മളെ മാനിയോ ഇൻ്റർസെപ്ഷൻ ചെയ്തിട്ട് നെയ്മർക്ക് നല്ലൊരു പാസ്. നെയ്മർ ടു റോബേർട്സൺ ടു റിക്കി പറഞ്ഞൊരു പ്ലെയർ. റിക്കി ടു ബർക്കോളോൻ്റെ ക്രോസ്. എന്താണ് ഈ ടലിസ്ക കാട്ടുന്നത്? ടലിസ്ക അത്ര ഗോൾ അടിക്കുന്നില്ലെങ്കിലും റൊണാൾഡോൻ്റെ അത്ര ഗോൾ അടിക്കുന്നില്ലെങ്കിലും നമ്മളെ റൈറ്റ് നോക്കി ബെറ്റർ കളിക്കുകയാണ് നമ്മുടെ ടലിസ്ക. മാനിയോ അപ്പോൾ മാനിയോ അടിച്ചിട്ടുണ്ടോ? സബ്ബായി എന്നിട്ട് സൂപ്പർ സബ്ബായ മാനിയാണ്. മറ്റവനക്ക് അടിക്കാൻ പറ്റില്ല, അപ്പോൾ മാനിയോ എന്തായാലും അടിച്ചിട്ടുണ്ട്. ഓക്കെ, 7-up ആയാലും 7-0 ലീഡ്. ഇപ്പോൾ ISL നമ്മൾ ബ്ലാസ്റ്റേഴ്സ് ആണെങ്കിലും ബാംഗ്ലൂരും ഗോവയല്ലേ മാച്ച്. ബാംഗ്ലൂരും ഗോവയും ജംഷഡ്പൂരും മോഹൻ ബഗാൻ ഗോൾ പ്രഡിക്ഷൻ നടത്തും. ഓക്കെ, എടാ അത് ഓൺ ഗോളല്ലേ പോവുള്ളത്. നമ്മളിവിടെ ISLൻ്റെ കാര്യം പറയുമ്പോൾ തന്നെ ഇവിടെ വേറെ മെസ്സി. എടാ പവർ